എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ച മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബൈബിളാണ്. അപ്പൊ യേശു ക്രിസ്തുവാണ് എന്റെ റോൾ മോഡൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദേശത്താണ്. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷനൊക്കെ സമയത്തൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പുള്ളി ചില കുറെ നല്ല കാര്യങ്ങൾ. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചോ പറഞ്ഞ് ഒരു കാര്യം പോലും പുറത്ത് പറയല്ലേ, എനിക്ക് അതിലൂടെ ഇനി ഏറി കയറാൻ വയ്യാട്ടോ. ഞങ്ങൾ ഗരുഡന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, പ്രദീപ് വിതുര എന്ന് പറയും. അപ്പൊ അവന്റെ മോൾക്ക് ഹാർട്ടിൽ മോട്ടോർ വെച്ചാൽ മാത്രമേ അത് ഹാർട്ടടിക്കുള്ളൂ. അതിന്റെ പേര് മറന്നത് അതെ ഫേസ് മേക്കർ, അതെ ആ സംഭവം. അപ്പൊ അതിന് ഏതാണ്ട് 6 ലക്ഷം രൂപ പുറത്ത് ചെലവുണ്ട്. ഇവനാണെങ്കിൽ തലകുത്തനെ വന്നാൽ പോലും ഇത് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇവന് ഒരു ദിവസം ശമ്പളം വന്നാൽ 1200 രൂപയുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ അവിടെ പറഞ്ഞിങ്ങനെ പിരിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി ആരും സമ്മതിക്കില്ല ഇതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, അളയാ നീ ഒന്നും നോക്കല്ലേ, നൈസായിട്ട് കയറി കര. അവന് കരയേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞാൻ തള്ളി നോക്കിയിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞ അളയാ ആവശ്യക്കാരന് ഔചിത്യ ബോധമൊന്നുമില്ല, എന്റെ മോളല്ലേ, മോൻ മാത്രം നോക്കി കരഞ്ഞോളാൻ പറഞ്ഞു. ചെന്ന് കയറി ഞാൻ കരഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് വന്ന അളിയ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വന്ന അളിയ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല അളിയ, വൈകുന്നേരം മോളടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എന്തായാലും ഇതൊന്നും വേറെ ഒരാളടുത്ത് പറഞ്ഞിട്ടുമില്ല, എനിക്കിവിടെ പറയണമെന്ന് തോന്നി. കാരണം ഇവരൊക്കെയാണ് എന്റെ റോൾ മോഡൽ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്.